ഒടുവിൽ മഞ്ഞുരുകുകയാണ്. അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വീണ്ടും ഊഷ്മളമാകുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഹേതുവായി മാറിയിരിക്കുന്നത് ട്രംപാണ്. ട്രംപ് ലോകത്തിലുള്ള സകല രാജ്യങ്ങൾക്കും ഓടിപ്പിടച്ച് താരിഫ് അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇന്ത്യയും ചൈനയും ഇപ്പോൾ ഒന്നിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ഇപ്പോൾ ട്രംപിന് എഴുതി കൊടുക്കാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അവിടെ വന്ന് ഖനനം നടത്തിക്കൊള്ളൂ എന്നുള്ള രീതിയിൽ. അതേ തുടർന്ന് ബലൂചിസ്ഥാനിലെ BLA, അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ട്രംപ് ഇപ്പോൾ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ നോട്ടമുള്ള ഒരു പ്രദേശവും ചൈന ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രദേശവുമാണ് ബലൂചിസ്ഥാൻ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് എടുത്തു കൊടുത്താൽ ചൈനയ്ക്ക് അത് സഹിക്കാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ ചേർത്ത് നിർത്താനേ ചൈനയും ശ്രമിക്കൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോഴിതാ ഒരു ശുഭസൂചകമായിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അടുത്ത മാസം ആദ്യം മുതൽ ഇന്ത്യയും ചൈനയ്ക്കും ഇടയിൽ നേരിട്ട വിമാന സർവീസുകൾ പുനരാരംഭിക്കും എന്ന റിപ്പോർട്ട് വരുന്നു. 2020 ഗാൽവാൻ താഴ്വരയിലുണ്ടായ ആക്രമണാസക്തമായിട്ടുള്ള ഏറ്റുമുട്ടലിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ഏകദേശം 5 വർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ വിമാന കമ്പനികൾ ചൈനയിലേക്ക് ഉടൻ വിമാന സർവീസുകൾ ആരംഭിക്കാൻ തയ്യാറാകണമെന്ന് ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടു. കൊറോണ കാലത്തിന് ശേഷം ഈ സേവനം നിർത്തിവെച്ചിരുന്നു. കൊറോണ മഹാമാരിക്ക് മുമ്പ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രതിമാസം 539 നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉണ്ടായിരുന്നു. വാർത്താ ഏജൻസിയായിട്ടുള്ള ബ്ലൂംബെർഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഓഗസ്റ്റ് അവസാനം നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന SCO ഉച്ചകോടിയിൽ ഉണ്ടായേക്കാം എന്നും മനസ്സിലാകുന്നു. എന്തായാലും ചൈനീസ് വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യ വീണ്ടും വിസ നൽകുന്നതും ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കും എതിരായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയമായിട്ടുള്ള താരിഫുകളെ ഇരു രാജ്യങ്ങളും ശക്തമായി എതിർത്തിരുന്നു. ജൂലൈ 24 മുതൽ ചൈനീസ് വിനോദസഞ്ചാരികൾക്ക് വിസ നൽകുന്നത് ഇന്ത്യൻ സർക്കാർ പുനരാരംഭിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.